കോലി കോലി. എന്താ അങ്ങനെ നോക്കുന്ന? അസ്കര ബസ്ക. വാസു, നീ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. എടാ, നിന്നോട് കുറെ നാളെ ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. നീ എപ്പോ നോക്കിയാൽ അയലോക്ക് ഫീൽ ചെയ്യുന്നതിനാ? ഈ ചെയിൻ എന്റെ പ്രണയത്തിന് ആ ശങ്കരൻ തന്ന ആഭരണമാണ്. അപ്പോ ഇതിന്റെ പിന്നിലൊരു പ്രണയകഥ തന്നെ ഉണ്ടാവുമല്ലോ, ശരിയല്ലേ? അതെ, ഞാൻ ആദ്യമായി എൻ്റെ ഇന്ദുവിനെ കണ്ടപ്പോൾ ഓയ് കോലി കോലി കോരക്കാരെ അസ്കര ബസ്ക. അസ്കാര ബസ്കയോ? ഏയ്, അറിവേ, എന്താ വാസു, ഞാൻ നിന്റെ ഇൻഫോർമറാന്ന് വെച്ച് നീ വിളിക്കുമ്പോ തന്നെ ഞാൻ വരണോ? അതൊക്കെ ഇരിക്കട്ടെ. അസ്കര ബസ്ക എന്ന് വെച്ചാൽ അസ്കര ബസ്കയോ? ആന്നേ, അത് ആദിവാസികളുടെ ഭാഷയാണല്ലോ. ദേ നോക്ക്, അവരുടെ സ്ത്രീകളുമായിട്ട് നീ സംസാരിച്ചാലോ, അവരെ എങ്ങാനും നീ നോക്കിയാലോ, നിന്റെ കൈയും കാലും വെട്ടി അവർ കെട്ടിത്തോക്കും. മനസ്സിലായോ? അതല്ല ഞാൻ ചോദിച്ചേ. അസ്കര ബസ്ക എന്ന് വെച്ചാൽ എന്താന്ന് എന്നെ ഞാനിപ്പോ പറയണ്ടേ? നിന്നെ കൊന്നുകളയും, അതാണ് അർത്ഥം. അറിയാവോ? എന്റെ അടുത്ത് ഇതിൽ കൂടുതലൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നീ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. പോകാം, വാ, വേഗം ഇവിടുന്ന് പോവാ, വാ. അസ്കര ബസ്ക, അസ്കര ബസ്ക. നിന്റെ സ്നേഹത്തിനു വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ്. ഇത് ഞാൻ എങ്ങനെ ആദിവാസികളുടെ ഭാഷയിൽ പറയാം? ലസ്കര തുസ്ക എന്നാ പറയാ. ലസ്കര തുസ്ക. വാസു, ഇപ്പോ നീ ആ ആദിവാസികളെ കുറിച്ച് എന്നോട് എന്തെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. പറഞ്ഞില്ല. ആ ആദിവാസികളെ കുറിച്ച് ഉറക്കത്തിൽ എളയിപ്പിച്ച് ചോദിച്ചാ പോലും ഞാൻ പറയില്ലല്ലോ. പറയില്ല. അറിവേ, ആ ആദിവാസികളെയൊക്കെ തനിക്ക് എന്താ ഇത്ര പേടി? എന്റെ അമ്മ ഒന്നും പറയണ്ട, എനിക്ക് എന്തിനാ ഇത്ര പേടിയല്ല. ഒന്ന് അങ്ങോട്ട് നീ നോക്കിയേ, എന്നെ വെറുതെ വിടലേ. എടാ, എന്തിനാണ് അവിടെ തന്നെ കൊണ്ട് വെക്കുന്നേ? എടാ, കർപ്പൂരം എടുത്തവിടെ വെക്ക്. എടാ, കർപ്പൂരം വെച്ച് പൂജ ചെയ്യണ സാധനമാണോ അത്? എടാ, അവൻ എന്ത് ചെയ്യുമ്പോഴും പൂജ ചെയ്തിട്ട് തുടങ്ങും. നടക്കട്ടെ. എന്താണ് ചെയ്യാൻ പോകുന്നത്? എടാ പാവിയുടെ, എന്റെ ജീവിതം വെച്ച് കളിക്കല്ലേടാ. അയ്യോ, കർപ്പൂരം വെച്ച് കത്തിക്കല്ലേ. എടാ കിളവാ, എന്തിനെങ്കിലും ചുറ്റിക കിടക്കുന്നത്? അയ്യോ, തകർത്ത് കളഞ്ഞല്ലോ. അത് കഴിഞ്ഞെന്താ പറ്റി? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ? പറയാന്നേ. എന്ത് പറയാലേ പറയലേ? പറയാം, വിട്. അത് കഴിഞ്ഞാ എന്റെ ജീവിതം മൊത്തം തകർത്തത്. അതെന്തോ? പിന്നെ ചെറിയൊരു ചെറുനാരങ്ങ അവിടെ തന്നെ വെച്ച് കൊച്ചു പിള്ളേരുടെ അമ്പയ്യാൻ പറഞ്ഞടാ. മിസ്സായാലും കൊള്ളുന്നവരെ പിന്നെ അമ്പയ്യാൻ പറഞ്ഞു വാസുവേ. എന്ന് വെച്ചാല് നന്നായിട്ട് ചിരിച്ചോടാ. ഓഫീസറെ, ഇപ്പൊ തനിക്ക് സന്തോഷമായ പോയിക്കോട്ടെ, തുറക്ക്. അതെ, അറിവ് സൂക്ഷിക്കുന്നത്. എന്റെ സങ്കടത്തിലൊക്കെ കോമഡി ആണല്ലേടാ. അതില്ലാത്തവന് മാത്രമേ മനസ്സിലാവുള്ളൂ അതിന്റെ വില എത്രത്തോളം ആണെന്ന്.
ഏയ് പെണ്ണേ, നന്നായിട്ടുണ്ട്. ഏയ് എന്ത് നന്നായിട്ടുണ്ടെന്ന്? ആ? നിന്റെ തേന്. ഓയ് നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഓയ് നിനക്ക് വേണ്ടി എന്ത് ചെയ്താലും അതൊരു കുറവല്ല. നിന്റെ തലയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ആണല്ലോ, നീ കാരണം എന്റെ തലയ്ക്ക് കുഴപ്പമായത്. ഏയ് അസ്കര ബസ്ക. ഏയ് ലഷ്കര ദുഷ്ക. ഞങ്ങളുടെ ഭാഷയാണല്ലോ. അതെ, നിന്റെ ഭാഷ തന്നെ. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പറയുന്നതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. നീ പോയി നിന്റെ പണി നോക്ക്. ഏയ് എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? അത് പിന്നെ എന്ത് പിന്നെ? അതെ, അതെന്ന് വെച്ചാ എന്ത്? അതെന്ന് വെച്ചാ അത് തന്നെ. ഓയ് അസ്കര ബസ്ക. ഇങ്ങനെ പേടിപ്പിച്ച പിന്നെ ഞാൻ എങ്ങനെ പറയാ? പിന്നെ എന്ത് ചെയ്താലാ പറയാൻ പറ്റുക? ഇത്തിരി സ്നേഹത്തോടെ പറഞ്ഞ ഞാൻ എന്റെ പ്രേമത്തെ കുറിച്ച് പറയാം. പ്രേമോ? വേണ്ട, അത് വേണ്ട. അനാഥയായിരുന്ന എന്നെ ഇവരെല്ലാം ചേർന്നാ വളർത്തിയത്. ഈ പ്രേമമൊക്കെ എനിക്ക് ശരിയാവില്ല. മാത്രല്ല, എന്റെ മുറച്ചക്കനെ കൊണ്ട് കെട്ടിക്കണമെന്ന ചെറുപ്പത്തില് തന്നെ എല്ലാവരും ചേർന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞതാ. വെറുതെ നടക്കാത്ത കാര്യത്തെപ്പറ്റി ആലോചിക്കണ്ട. ഇവിടുന്ന് പോവാൻ നോക്ക്. എന്റെ ഊരിലുള്ളവർ കണ്ടാ നിങ്ങളെ പിന്നെ വെച്ചേക്കില്ല. ഇവിടുന്ന് വേഗം പോവാൻ നോക്ക്. ഏയ്, ഈ കല്യാണം എന്ന് പറഞ്ഞാലേ നിന്റെ ഊരുകാർ തീരുമാനിക്കുന്ന പോലെ അല്ല. അത് ദൈവത്തിന്റെ തീരുമാനാ. അത് ദൈവത്തിന്റെ തീരുമാനാ.